ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ഹൂപ്പോ പക്ഷികൾ കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും കേരളത്തിൽ വളരെ വിരളമായി മാത്രമാണ് ഇവ കാണപ്പെടാറുള്ളത്. കറുപ്പും വെളുപ്പും ഇടകലർന്ന തൂവലുകളും തലയിൽ ഉയർന്നു നിൽക്കുന്ന ബ്രൗൺ നിറമുള്ള തൂവലുകളുമൊക്കെയായി മരംകൊത്തിയോട് കുറച്ചു രൂപസാദൃശ്യം ഹൂപ്പോയ്ക്കുണ്ട്. തലയിൽ പൂവ് പോലെ വിരിഞ്ഞു നിൽക്കുന്ന തൂവലുകളാണ് ഇവയുടെ പ്രധാന സവിശേഷത. മണ്ണിലെ ചെറുജീവികളെ ഭക്ഷിക്കുന്ന ഇവ മരത്തടികളിലും മറ്റുമുള്ള പൊത്തുകളിലാണ് വാസം. ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി നൌഷാദ് തലക്കോടിന്റെ വീട്ടുമുറ്റത്ത് ഒരാഴ്ചയായി 3 ഹൂപ്പോ പക്ഷികളാണ് എത്തിയിട്ടുള്ളത്. രാവിലെയും വൈകിട്ടുമാണ് ഇവ ഇവിടെ ചുറ്റിത്തിരിയുക. ഗൂഗിളിൽ തിരിഞ്ഞപ്പോഴാണ് ഇത് ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണെന്ന് മനസ്സിലായതെന്ന് നൌഷാദ് പറഞ്ഞു. ഈ പക്ഷി ഒരാഴ്ചയായിട്ട് സ്ഥിരം ഇവിടെ ഉണ്ട്. 3 നിലവിലുള്ളത്. രാവിലെയും വൈകുന്നേരം അങ്ങനെ പല സമയങ്ങളിലും അത് വരാറുണ്ട്. ഇത് ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലയിലെ പൂവാണ്. ഈ തലയിലെ പൂവ് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തലയിലെ പൂവ് അങ്ങ് വിടുത്തു. അപ്പോൾ ഇത് നല്ല ഷോയാണ് ആ പൂവ് കാണാൻ. അങ്ങനെ ഇത് പൂവ് കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയായ യുറേഷ്യൻ ഹൂപ്പോയാണെന്ന് മനസ്സിലായത്. ചെറുപ്രാണികളാണ് ഈ പക്ഷികളുടെ പ്രധാന ഭക്ഷണം. ഏറെ നേരം ഒരിടത്ത് ഹൂപ്പോ പക്ഷികൾ ഇരിക്കില്ല. എപ്പോഴും പറന്നു നടക്കും. തലയിലെ പൂവും വരകളുള്ള ചിറകുകളും നീണ്ടു വളഞ്ഞ കൊക്കും ഇവയുടെ ഭംഗി കൂട്ടുന്നു. അമൃത ന്യൂസ്, കൊച്ചി.